വളരെ കാഷ്വലായിട്ട് നമ്മൾ ഒരു ബലവും ഇല്ല, നമ്മളെല്ലാം അച്ഛനാന്ന് ഓർക്കരുത്. മസിൽ വിട്ടേക്കണം, അച്ഛൻ മസിൽ വിടണം. അച്ഛൻ പള്ളിയിലച്ഛൻ അല്ല സോറി അങ്ങനല്ല, അച്ഛൻ പള്ളിയിലല്ല, പള്ളി ലാംഗ്വേജ് വേണ്ട, നമുക്ക് വളരെ കാഷ്വലായിട്ട്. ഉദ്ദേശം എന്താണ് അതിന്റെ ഉദ്ദേശം പറഞ്ഞോടെ ഒന്നുമില്ല. ഇതിലൊരു CC ക്യാമറ അണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരുമോ? അതെ, ഇത് അല്ല, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ ഏതൊരു കാര്യത്തിന്, അതാണ്. അല്ല, ഇതെന്താ സംഭവം അറിയാം വെച്ചാ, ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പേര് കൊടുക്കണ്ടേ പോഡ്കാസ്റ്റിന്? ചാറ്റ് വിത്ത് ഭക്തൻ അല്ലേ? ചാറ്റ് വിത്ത് ഭക്തൻ പഴയ പേരായിരുന്നു, ഒരു പഴയ യൂട്യൂബ് ചാനലായിരുന്നു. പക്ഷെ ഞാനത് പൊക്കിയെടുക്കുന്നില്ല, നമ്മുടെ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ചാനലിൽ തന്നെ ഇടാം. ഇപ്പോൾ എല്ലാവരും പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും പോഡ്കാസ്റ്റ് ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ അച്ഛൻ ഇപ്പം എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വെറുതെ ഓണാക്കി ഇട്ടിട്ട് കേട്ടോണ്ടിരിക്കാൻ, പരസ്പരം കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ? ഇപ്പം നമ്മൾ വീഡിയോ ആരംഭിച്ചതുപോലെ നമ്മൾ അറിഞ്ഞോ? ഇല്ലല്ലോ, നമ്മൾ വീഡിയോ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പുതിയൊരു പോഡ്കാസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ്. എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ ഫാദർ ബിനു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഫാദർ ബിനു PDAക്കൽ ദേവസ്യ. യെസ്, അദ്ദേഹം മലപ്പുറംകാരനാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ഉള്ളത് അൽബേനിയയിലാണ്. അൽബേനിയയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ജനറൽ ഡയറക്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ സുഹൃത്ത് ഫാസിൽ യൂസഫ്, അദ്ദേഹം സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ എന്ന ഒരു സ്റ്റഡി അബ്രോഡ് സ്ഥാപനം നടത്തുന്നു, അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഒഫീഷ്യലി വെൽക്കം ടു മൈ ഫസ്റ്റ് പോഡ്കാസ്റ്റ്. ഞാനാ വെൽക്കം ചെയ്യണ്ടേ? പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കൊന്നും തീരുമാനിച്ചൊന്നുമല്ല സംസാരിക്കാനിരിക്കുന്നത്. നമ്മളിപ്പോൾ അച്ഛൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ ഞാനും ഫാസിലും കൂടെ നമ്മൾ ഇവിടെ കുറച്ച് പുതിയതായിട്ട് ഇവരുടെ കാത്തലിക് യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ച കുറച്ച് കോഴ്സുകളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനും ഇവരുടെ യൂണിവേഴ്സിറ്റിയൊക്കെ കാണാനും വേണ്ടിയാണ് വന്നത്. ഇപ്പം നമ്മൾ ഇപ്പം സ്റ്റഡി അബ്രോഡ് ഭയങ്കര ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിൽ ധാരാളം ആളുകൾ പല കോഴ്സുകൾ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകാണല്ലോ. അപ്പോൾ പോകുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് പുതിയൊരു യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആ യൂണിവേഴ്സിറ്റി ഒന്ന് പോയി കാണണം, അവിടുത്തെ സൗകര്യങ്ങൾ കാണണം, മനസ്സിലാക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്. ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റി പോലും കാണാതെ, ആ രാജ്യത്ത് പോലും പോവാതെ പല സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളും പല യൂണിവേഴ്സിറ്റികളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്. കാരണം നമ്മൾ എത്ര രാജ്യങ്ങളിൽ പോയിരിക്കുന്നത് അല്ലേ? ഞാനും വാസിലും കൂടെ ഒരുമിച്ച് എത്ര രാജ്യങ്ങളിൽ പോയിരിക്കുന്നത്? ഏകദേശം 17 കൺട്രീസ് നമ്മൾ മാത്രം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 17 രാജ്യങ്ങളിൽ നമ്മൾ റഷ്യയിൽ പല യൂണിവേഴ്സിറ്റികളിൽ പോയി, പിന്നെ ജോർജിയയിൽ, UK പോയി, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, യെസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ അൽബേനിയയിൽ. പക്ഷേ എൻ്റെ ഒരു പ്രിഫറൻസ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ഒരു പുതിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം ഒന്ന് കണ്ടു, ഇവരോട് ഞാൻ പ്രപ്പോസ് ചെയ്ത് പേരൻസ് പോലും ഇവിടെ ഒന്ന് കാണണം എന്നാണ്. തീർച്ചയായും. കാരണം നമുക്ക് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൻ്റെതായ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അത് കൺവിൻസിങ് ആവണം. കൺവിൻസിങ് ആനായിട്ട് നമ്മൾ വാക്കുകൾ പറയുമ്പം ലോകം മുഴുവൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനുള്ള സ്റ്റഫ് ഇവിടെ ഉണ്ട്, നമുക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്, അതിൻ്റെ അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വന്ന് കണ്ടിട്ട് ഇത് ചെയ്യണം. കാരണം ഞാനിപ്പം നാട്ടിൽ ഒരു കുട്ടികൾ വിദേശത്തേക്ക് പോകുമ്പോൾ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഏജൻസിയോട് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ വന്ന് കണ്ട് മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങാവുള്ളൂ. കാരണം ഒന്നും നമുക്ക് മറക്കാനില്ല, എല്ലാ സുതാര്യമായിരിക്കണം. കാരണം ധാരാളം സ്പാമും, ഫൗൾ പ്ലേ, സ്കാം നടക്കുന്നൊരു മേഖലയും കൂടിയാണ്. നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അച്ഛനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം മലപ്പുറംകാരനായിട്ടുള്ള അച്ഛൻ ഇവിടെ അൽബേനിയയിൽ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് എങ്ങനെയാണ് രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ ഏകദേശം നാട്ടിൽ എൻ്റെ പഠനത്തിന് ശേഷം ഞങ്ങളുടെ സഭയുടെ പല പ്രസ്ഥാനങ്ങളിൽ ഏകദേശം 10 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയുടെ സ്ഥാപനങ്ങളിലും. 2019 ഇപ്പം ഞങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ്, 22ഓളം രാജ്യങ്ങളിൽ ഉള്ള ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഭയെക്കുറിച്ച് പറയുമ്പം നമുക്കൊരു മിഷനുണ്ട്, ഒരു കാരിസം എന്നാണ് പറയുന്നത്, അതിനൊരു സർവീസ് മേഖല. അപ്പം ഞങ്ങളുടെ സർവീസ് മേഖല എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയിൽ അമലോത്ഭ മാതാവിൻ്റെ മക്കൾ പറഞ്ഞൊരു സഭയാണ്. അപ്പം ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാരിസം അല്ലെ മിഷൻ എന്ന് പറയുന്നത് ടേക്കിംഗ് കെയർ ഓഫ് ദി യൂത്ത് ആൻഡ് ദി സിക്ക്. അപ്പം ഈ രണ്ട്
എന്ന് പറഞ്ഞാൽ രോഗി പരിചരണവും യുവജനങ്ങളുടെ പരിചരണവും. അപ്പോൾ ഈ രണ്ട് മിഷനും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ 2 മേഖലകളും ചെയ്യുന്നതാണ്. കാരണം യൂണിവേഴ്സിറ്റി ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റിയ ഒരു അൽബേനിയാണ് ഞങ്ങൾക്കുള്ള ഒരു ഏറ്റവും നല്ലൊരു വർക്കിംഗ് ഏരിയ. അപ്പം ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് അപ്പം ഞാനവിടെ എൻ്റെ കാരണം സഭ എന്നെ പഠിക്കാൻ വിട്ടു, ഞാൻ ട്രെയിൻഡായി. അപ്പം ഈ 2 മേഖലകളിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് സഭ എനിക്ക് അങ്ങനെ ഒരു സാധ്യത തന്നു. അച്ഛൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? പഠിച്ചത് എല്ലാം പറയണം. പഠിച്ചതെന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ എൻ്റെ ഡിഗ്രി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലാണ്. അതിനുശേഷം ഞങ്ങളുടെ വൈദിക പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫിലോസഫി ഉണ്ട്, തിയോളജി ഉണ്ട്. അതിനുശേഷം MBA ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു MSc ഡിഗ്രി, എത്ര പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ട്? ഡിഗ്രി ഒരെണ്ണേ ഉള്ളൂ, ഡിഗ്രി 2 എന്ന് പറയാം. കാരണം ഫിലോസഫിയും അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു PG ഡിപ്ലോമയുണ്ട്. MSc കൗൺസിൽ സൈക്കോളജിയിൽ PG ഉണ്ട്. MBA PG ഉണ്ട്. B.Ed ഉണ്ട്. ഇപ്പം PhD ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്നു, അവസാന സ്റ്റേജിലാണ്. വെരി ഗുഡ്. എല്ലാം ഇന്ത്യൻ ഡിഗ്രീസ്. അപ്പോൾ അങ്ങനെ സഭയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അച്ഛൻ ഇവിടേക്ക് വന്നത്. ശരിക്കും അതും ഈ പറഞ്ഞ പോലെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമായിരിക്കാം അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടും വരത്തില്ലേ ആൾക്കാരൊക്കെ? നമ്മൾ ഇറ്റലിയിൽ നിന്ന് വരുന്നില്ലേ? എനിക്ക് തോന്നുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് സഭ 22ഓളം രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ ലോകത്തിലൊരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലോട്ടാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ബെസ്റ്റ് റിസോഴ്സസ് ഇന്ത്യയിലാണ്. ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് ഞാനൊരു സാമ്പത്തികമോ അല്ലെങ്കിൽ ക്വാളിറ്റി ബേസ് അല്ല ഞാൻ പറയുന്നത്. ഏതൊരു കൾച്ചറിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ഫോർമേഷൻ നമുക്കുണ്ട്. കാരണം അത് ഭക്ഷണമായിക്കൊള്ളട്ടെ, ആൾക്കാരുമായിട്ടുള്ള ഇടപെടലായിക്കൊള്ളട്ടെ, വർക്കിംഗ് കൾച്ചർ ആയിക്കോട്ടെ, ഏതിലും ഇടപെടാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ കൾച്ചറിലും നമ്മുടെ പൊളിറ്റിക്കൽ സിനാരിയോയിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പറയുമല്ലോ, ലോകത്തിലെവിടെ ചെന്നാലും നമ്മളൊരു ഇന്ത്യക്കാരെ കാണും, അല്ലെ മലയാളിനെ കാണുമെന്ന് പറയുമല്ലേ. കാരണം എല്ലാവർക്കും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ്. ഫാസിൽ എന്നോട് ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ അവിടെ അച്ഛൻ്റെ കാര്യമൊക്കെ എന്നോട് എന്നും പറയും, അച്ഛനുണ്ട്, നമുക്ക് അച്ഛനെ കാണണം, അച്ഛനായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഞാൻ ആലോചിക്കുന്നുണ്ട്, അവിടെ എങ്ങനെയാണ് ഈ അച്ഛൻ വന്ന് പെട്ടത്, മലയാളി അച്ഛൻ എങ്ങനെയാണ് അവിടെ വന്ന് പെട്ടത്, ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നീടാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്, സംഭവം എന്താണെന്നുള്ളത്. ശരിക്കും അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിസ്തീയ സഭകൾ പണ്ട് മുതൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണല്ലോ ഈ യുവജനങ്ങളുടെയും അതേപോലെ തന്നെ വയ്യാത്ത ആളുകളുടെയും രോഗി പരിചരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കുറേ മിഷണറി പ്രവർത്തനങ്ങൾ. ഇപ്പം മദർ തെരേസ പോലും പണ്ട് നമ്മുടെ നാട്ടിൽ വന്നത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടല്ലേ അല്ലേ? എനിക്കിതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. എപ്പോഴും ഞാൻ ഇവരോട് പറയും, അൽബേനിയക്കാരോട് പറയും, അൽബേനിയക്കാർ കാരണം മദർ തെരേസയുടെ ഒറിജിൻ പ്ലേസ് അൽബേനിയാണ്. നിങ്ങളൊരു വിശുദ്ധയെ ഞങ്ങൾക്ക് ഇന്ത്യക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും വിശുദ്ധ നേടാനുള്ളൊരു പ്രോത്സാഹമായിട്ട് ഇന്ത്യ എന്നെ അൽബേനിയക്ക് വിട്ടിരിക്കുന്നത് ഞാൻ വളരെ തമാശയായിട്ട് പറയാം ആൾക്കാരോട്. സ്വയം നമ്മളെ പുറത്താണ്. പിന്നെ അച്ഛൻ MBA പഠിച്ച ആളല്ലേ, പിന്നെ നമ്മുടെ പരിപാടി നമ്മളെ മാർക്കറ്റിംഗ് നമ്മൾ സ്വയം തള്ളണം. അച്ഛൻ MBA മാർക്കറ്റിംഗ് ആണ് പഠിച്ചത്. അതെ. അപ്പൊ പിന്നെ നമ്മളെ പറ്റി നമ്മളല്ലാണ്ട് പിന്നെ ആരാ പറയുക? ആൾക്കാരോട് അങ്ങനെ പറയാതെ അല്ല, അതൊരു പോയിന്റാണ്. കാരണം നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് എസ്റ്റീം വേണം. തീർച്ചയായും നമ്മളത് മറ്റുള്ളവർ നമ്മളെ നമുക്കൊരു എസ്റ്റീം വേണം. ഞാൻ നല്ലൊരു കാര്യം. കാരണം വിശുദ്ധ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയുള്ള പരിപാടിയല്ല. ഇന്നലെ നമ്മൾ സംസാരിച്ച് പറഞ്ഞില്ലേ, നമ്മൾ അൽഫോൻസാമയുടെ കാര്യം പറഞ്ഞു. കാരണം അൽഫോൻസാമയുടെ ജീവിതം മുഴുവൻ സഹനങ്ങളായിരുന്നു, അതായത് വിശുദ്ധിയുടെ ജീവിതം. അപ്പം വിശുദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തു ഒരു വിശുദ്ധ മദർ തെരേസ ഇന്ത്യ വന്നിട്ട് അത്ര ഈസി ഒന്നും അല്ലായിരുന്നു. ഒത്തിരി പൊളിറ്റിക്കൽ ബുദ്ധിമുട്ടുകളും പാവപ്പെട്ടവരുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇവിടെ നമ്മളൊരു പുതിയ രാജ്യത്ത് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, പ്രയാസങ്ങളും ഉണ്ട്, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂടിയതാണ് ജീവിതം. പക്ഷെ അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്. കാരണം ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ ഇരിക്കുമ്പം, പ്രത്യേകിച്ച് അൽബേനിയ പോലെ ഒരു രാജ്യത്ത് ഇരിക്കുമ്പോൾ ഭാഷ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അച്ഛൻ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ലാംഗ്വേജ് പ്രൊഫഷൻസി ഒക്കെ നേടി വളരെ നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ കോഴ്സുകളിലേക്ക് വരാം. അതായത് നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ വന്നത് നമ്മൾ പ്രധാനമായിട്ടും 3 കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഒന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ MBBS കോഴ്സുകൾ, 2 നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ, ഫിസിയോതെറാപ്പി കോഴ്സുകൾ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എപ്പോഴും നമ്മൾ പല ഒരു
പല പല കോൺട്രവേഴ്സീസ് നിറഞ്ഞൊരു ടോപ്പിക്കാണ് ഈ MBBS വിദേശത്ത് പോയി പഠിക്കുന്നതിനെ പറ്റിയുള്ള സംഭവം. എന്തുകൊണ്ടായിരിക്കും ഈ കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് ഇതുപോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ പോകുന്നതെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്? വിദേശത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒന്നാമത്തെ കാര്യം മെഡിക്കൽ അഡ്മിഷൻ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നീറ്റ് പരീക്ഷയ്ക്ക് ലക്ഷങ്ങൾ കുട്ടികൾ എഴുതുന്നുണ്ട്, പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ കുറവാണ്. അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫാസിലിന് അറിയാം. അതെ, നാട്ടിലെന്ന് പറയുമ്പോൾ ശരിക്കും നാട്ടിലത്തെ ഒരു പോപ്പുലേഷൻ ഇൻക്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള കോളേജുകളും സീറ്റുകളുടെ ഒരു ഇത് വരുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഏകദേശം 4 ലക്ഷം സ്റ്റുഡൻസ് നീറ്റ് എക്സാം എഴുതുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ടോട്ടൽ 3400 നീറ്റ് മെഡിസിൻ സീറ്റ് അവൈലബിൾ ഉള്ളൂ. ഒരു റേഷ്യോ കമ്പനി നോക്കൂ, 3400 സീറ്റേ ഉള്ളൂ. അത് ഗവൺമെന്റും പ്രൈവറ്റും NRIയും എല്ലാം കൂടി, അതുപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ എല്ലാം കൂടി. അമൃത വിദ്യാപീഠമാണ് ഒറ്റ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേ ഉള്ളൂ. എല്ലാം കൂടി ആകെ 3004 സംതിങ് അത്രേ ഉള്ളൂ. അത്ര സീറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു 15% സീറ്റും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ വലിയൊരു ഇമ്പോർട്ടൻസ് അല്ല. അപ്പൊ അതേപോലെ 15% കേരളത്തിലെ സീറ്റുകൾക്ക് ബാക്കിയുള്ള ഒരു ഇതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ്, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡും സാലറി, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതെ അതെ, ജോബ് ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മൾ ഒത്തിരി കോടികൾ ജനങ്ങളുള്ള ഒരു ദേശത്ത് ജോലിക്കും സാധ്യത കുറവാണ്. പക്ഷേ വിദേശ സാധ്യത കൂടുകയല്ലേ ചെയ്യേണ്ടത്? അതെന്താ ഇപ്പോഴും? അതാണ് എനിക്ക്, അതായത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഇപ്പോൾ അൽബേനിയ അല്ലെങ്കിൽ ഈ ജോർജിയ, എവിടെയൊക്കെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലുള്ളതിലും കൂടുതൽ MBBS സീറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് എന്തുകൊണ്ടായിരിക്കും സീറ്റുകളൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഗവൺമെന്റ് അതിനുള്ള ആക്ഷൻസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനകം സീറ്റ് ഡബിൾ ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പോൾ 90,000 സംതിങ് സീറ്റാണ് ഓൾ ഓവർ ഇന്ത്യയിൽ മെഡിസിൻ സീറ്റ് അവൈലബിൾ ഉള്ളത്. ഓക്കെ, പക്ഷേ അത് വലിയ രീതിയിൽ മാറ്റം വരണം. കാരണം ഓൾ ഓവർ ഇന്ത്യയിൽ 24 lakh സ്റ്റുഡൻസ് എക്സാം എഴുതുന്നുണ്ട്, നീറ്റ് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 10% വരുന്നില്ല അല്ലേ? 10% വരുന്നില്ല. ഞാൻ അതിൻ്റെ കൂട്ടിച്ചേർത്ത് പറയാം. യൂറോപ്പിലെ ഒരു ഡോക്ടർ ഒരു ദിവസം 16 പേഷ്യൻറ്റിൽ കൂടുതൽ കാണത്തില്ല ഒരു ഡോക്ടർ. ഓക്കെ, നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു, പ്രൈവറ്റ് സെക്ടറിൽ പിന്നെ അവരുടെ വീടുകളിൽ കാണും. അപ്പോൾ അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഡോക്ടർ തന്നെ പുള്ളിയുടെ ഫുൾ ലൈഫ് സ്റ്റൈലിൽ ഒരു 10, 200, 300 പേരെ ഒരു ദിവസം കാണുകയാണ്. അതെ. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ 16 പേഷ്യൻറ്റ് കൂടുതൽ കാണത്തില്ല. 16 പേഷ്യൻറ്റ് കൂടുതൽ അവർ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അതെ, ഹോസ്പിറ്റൽ അതാണ്. അല്ലെങ്കിൽ അത് അപ്പോയിൻമെൻറ്റ് പ്രകാരം അങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഒരു ഡോക്ടറെ ബുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ബുക്ക് ചെയ്യണം. അപ്പോൾ 16 അവർ കാണത്തില്ല. അത് പറയുന്ന ഇതാണ്, അത് നമ്മളുടെ നാട്ടിൽ ഒരാൾ ഡോക്ടർ ചെന്നു, പനി എന്ന് പറഞ്ഞ് വെറുതെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി മെഡിസിൻ എഴുതി പോയി, കുറച്ച് കഴിഞ്ഞ് വന്നു. ഇവരങ്ങനെയല്ല. ഇവരാദ്യം മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല. ഇവരാദ്യം സംസാരിച്ച് ഹിസ്റ്ററിയൊക്കെ എടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് അതെല്ലാം മനസ്സിലാക്കി ആദ്യം അനാലിസിസിന് വിടും, ഡയഗ്നോസിസ് നടത്തും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡോക്ടർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കാർഡിയോളജിസ്റ്റ് ഒരിക്കലും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തില്ല. അവരെല്ലാം അനാലിസ് ചെയ്തിട്ട് ഇന്റേണൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർക്ക് റെഫർ ചെയ്യും. അപ്പം അങ്ങനെ ഒരു സയന്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഓറിയന്റഡ് സിസ്റ്റത്തിലാണ് അങ്ങനെ പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞു 200-300 പേരുടെ ഒരു ഡോക്ടർ കാണും. 8 മണിക്കൂറാണല്ലോ, 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ ഒരു പേഷ്യന്റിന് ഹാഫ് അവർ എന്ന രീതിയിലായിരിക്കും 16 പേഷ്യന്റ് ഒരു മീറ്റ്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കണം, പല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചില സമയത്ത് നമ്മളൊക്കെ നാട്ടിൽ ഡോക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോയിൻമെന്റ് കിട്ടിയാൽ പോലും എത്ര സമയം കാത്തിരിക്കണം, ക്യൂ നിൽക്കണം, ഒരു ദിവസം പോക്കാം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു ചെറിയൊരു മറ്റേ ഇതുണ്ടല്ലോ എന്തിനു പറഞ്ഞേ, ഈ പാലുണ്ണി പോലത്തെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കരിച്ച് കളയാനായിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി. എറണാകുളത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത്. ഞാനവിടെ പോയിട്ട് എനിക്ക് രാവിലെ 10:30 അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ കറക്റ്റ് 10:15 അവിടെ എത്തി. 10:30 അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഡോക്ടറെ കാണുന്ന 11:30 12 മണിക്ക് ആയിരിക്കും. കാരണം അവിടെ അപ്പോയിൻമെൻ്റ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു പലയിടത്തും പേര് മാത്രമാണ്. നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ പോകുന്നു. പക്ഷേ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണുന്നത് ഏതെങ്കിലും സമയത്തായിരിക്കും. എന്നിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റ് എഴുതാനുണ്ടാവും, ടെസ്റ്റ് ചെയ്തിട്ട് വരും. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ള് ഒരു ജസ്റ്റ് ഒരു ഫിസിഷ്യനെ കാണാൻ പോയാൽ പോലും നമുക്കൊരു ദിവസം നമ്മുടെ പോകും. അത് തിരക്ക് കാരണമാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ അരമണിക്കൂർ എടുത്ത് കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ടല്ല. നമ്മുടെ അരമണിക്കൂർ എടുത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു ഡോക്ടറും അല്ലെങ്കിൽ അത്രയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കണം. ഇല്ലെങ്കിൽ
ജസ്റ്റ് കണ്ടു, നിമിഷ നേരങ്ങൾ കൊണ്ട് അടുത്ത പേഷ്യൻറ്റിലേക്ക് പോവാണല്ലോ പല കാര്യങ്ങളും. ടെസ്റ്റിന് എഴുതി വിടും, പിന്നെ ടെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും വരും, വീണ്ടും ക്യൂ നിൽക്കണം. പിന്നെ ഇവിടുത്തെ മെഡിസിൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെഡിസിൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വിദേശ രാജ്യങ്ങളിലെ മെഡിസിൻ സ്റ്റഡീസ്, പ്രത്യേകിച്ച് അൽബേനിയയിലെ സിസ്റ്റം അനുസരിച്ച് ലെക്ചർ അവേഴ്സ് വളരെ കുറവാണ്. സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ അവേഴ്സും സെൽഫ് വർക്ക്, ലൈബ്രറിയിൽ സെൽഫ് വർക്കും കൂടുതലാണ്. ഓക്കെ. അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നാട്ടിലേക്ക് ഇപ്പം ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ കൂടി ഒരു ഇതാണ്. കാരണം നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ക്ലാസ്സിനമാരെല്ലാം ഇങ്ങനെ ക്ലാസ്സിൽ ലെക്ചർ ചെയ്യുന്നു, നമ്മൾ നോട്ട് എഴുതുന്നു, അത് പരീക്ഷയ്ക്ക് വരുന്നു. ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് പ്രൊഫസേഴ്സ് വളരെ ഒരു 15 അവറിൽ, ഇപ്പോൾ ഒരു 3 ക്രെഡിറ്റ്സ് ഉണ്ട്, 45 അവറുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ 15 അവർ ക്ലാസ് എടുക്കുന്നു, 15 അവർ സെൽഫ് വർക്ക് ലൈബ്രറി പോയിരുന്ന് റെഫർ ചെയ്ത് എഴുതുന്നു, 15 മണിക്കൂർ അവർക്ക് പ്രാക്ടിക്കലാണ്. അങ്ങനെയാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കാണണം. കാരണം നമ്മുടെ പുതിയ പിള്ളേർ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ക്ലാസ് എക്സ്പെക്ട് ചെയ്ത് തോന്നി അങ്ങനെയല്ല നടക്കുന്നത്. ഓക്കെ. അത് ഒരു പുതിയ അറിവായിരിക്കും നാട്ടിൽ അങ്ങനെ കുട്ടികൾ. അത് പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ 13 പേരായിരിക്കും, 13 പേർക്ക് ഒരു പ്രൊഫസർ, ഒരു ടീച്ചറായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് ഇത് അറിയാമോ, ഇതിനെക്കുറിച്ച് അറിയാമോ? അത് ഐ മീൻ ഇപ്പോൾ റഷ്യയിലും കസാക്കിസ്ഥാനിലും ജോർജിയയിലും ഉസ്ബെക്കിസ്ഥാനിലും ഒക്കെ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. കുറഞ്ഞ ആളുകൾക്ക് അത് 13 പേര് അല്ലെങ്കിൽ 15 പേര് മാത്രമേ ഒരു ടീച്ചർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഈ പല രാജ്യങ്ങൾ ഞങ്ങൾ ഈ ഒരുമിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പഴയ സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ റഷ്യയിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ഓൾറെഡി റഷ്യ എന്നൊക്കെ നമ്മുടെ എത്ര കുട്ടികൾ അവിടെ നിന്ന് പാസ് ഔട്ട് ആയ ഡോക്ടേഴ്സ് വരെ ഉണ്ടെന്നറിയോ. അപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും ഏത് ഇയറിൽ പഠിക്കുന്ന കുട്ടികളെയും നമ്മളെപ്പോഴും എവിടെ പോകുമ്പോഴാണെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ എങ്ങനെയുണ്ട്, പഠിത്തം എങ്ങനെയുണ്ട്, നിങ്ങൾ ഹാപ്പി ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഇവരൊക്കെ പറയുന്ന ആകെ ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഫുഡിൻ്റെ കാര്യം. അതായത് ഞങ്ങൾക്ക് ചോറും മീൻകറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റത് കിട്ടുന്നില്ല, വി ആർ മിസ്സിങ് കേരള ഫുഡ്. ലൈക്ക് അക്കാഡമിക് വൈസ് അവർ ഹാപ്പിയാണ്. പല ആൾക്കാരും, പല കുട്ടികളും അക്കാഡമിക് വൈസ്, എനിക്ക് തോന്നുന്നൊരു 99% കുട്ടികളും അക്കാഡമിക് വൈസ് പല രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലെല്ലാം അവർ ഹാപ്പിയാണ്. അവർക്ക് കിട്ടുന്നതിൽ അവർ ഹാപ്പിയാണ്. ഇവർക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ കാരണം നമ്മളെവിടെ പോയാലും ഇപ്പോൾ അച്ഛനാണേലും അച്ഛൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇച്ചിരി കപ്പയും മീൻകറിയും കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഉണ്ട്, എപ്പോഴും കഴിക്കും, എപ്പോഴും ഉണ്ടാക്കും. അതെ. അപ്പോൾ നമ്മളെവിടെ പോയാലും, നമ്മൾ എത്ര തലമുറ കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ മലയാളിയാണ്, നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടുകയാണെങ്കിൽ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. ഫുഡ് എന്നുള്ളത് നമ്മൾ എപ്പോഴും നമുക്ക് ഒരു സന്തോഷമാണ്. അതുമാതിരി തന്നെ നല്ല നന്മകളും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതെ അതെ. ഫുഡ് ഒരു വശത്ത് അത് ഒരു നന്മയായിരിക്കാം, അതായിരിക്കും. പക്ഷേ നമ്മളുടെ മാതാപിതാക്കളും മറ്റേ അധ്യാപകരും നമ്മളുടെ പൊളിറ്റിക്കൽ സോഷ്യൽ സിസ്റ്റവും നമുക്ക് നൽകുന്ന ഒരു കൾച്ചറൽ ഫോർമേഷൻ അത് വെൽ അക്സെപ്റ്റഡ് ആണ് മറ്റു രാജ്യങ്ങളിലെ. അത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഒരു വിലയുണ്ട്. അത് എസ്പെഷ്യലി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ എവിടെയാണെങ്കിലും ഒരു ഹൈലി പ്രൊഫൈൽഡ് ഒരു പ്രൊഫഷനാണ് ഡോക്ടർ, പൈലറ്റ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. ഇപ്പം അൽബേനിയയിൽ one of the best eye clinics is owned by an Indian. Okay. പുള്ളിയുടെ അടുത്താണ് ഇവർ അൽബേനിയൻസ് എല്ലാവരും പോകുന്നത്. കാരണം നമ്പർ 1 ഇൻ അൽബേനിയ എന്ന് പറയാം. നമ്മൾ ഇന്ത്യക്കാരല്ലെങ്കിലും ഹെൽത്ത് സെക്ടറിൽ ഭയങ്കര മിടുക്കന്മാരാണല്ലോ. പക്ഷെ എന്നാലും നമ്മുടെ മന്ത്രിമാരൊക്കെ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്തിനാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ ഇത്രയ്ക്ക് വലിയ ടോപ്പായിട്ട് അല്ലേ. നമ്മളിവിടെ സംസാരിക്കേണ്ട ഒരു ടോപ്പിക് അല്ല, നമ്മുടെ ഭാഗമല്ല. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ പല മന്ത്രിമാരും പല ആൾക്കാരും ഒക്കെ വിദേശത്തേക്ക് നമ്മൾ ഇത്രയും ടോപ്പായിട്ടും പോകുന്നുണ്ടല്ലോ. അവരുടെ ടെക്നോളജി ഡെവലപ്ഡ് ആണ്, അനാലിസിസ് വേഗം കണ്ടെത്താൻ പറ്റും. നമ്മുടെ നാട്ടിലൊരു അനാലിസിസ്, കാരണം നമ്മൾ ആ ടെക്നോളജിക്കൽ ആയി വരുന്നതേ ഉള്ളൂ. ടെക്നോളജിക്ക് ഉണ്ട്, പക്ഷെ അതിന് ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ പല എക്യുപ്മെന്റ്സും കോമ്പാക്റ്റബിൾ അല്ല നമ്മുടെ ഇലക്ട്രിസിറ്റി. കാരണം നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഫെയിലിയേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ 24 hours ജനറേറ്റർ വെച്ചെങ്കിൽ പോലും. പിന്നെ ഈ നമ്മളുടെ ക്ലൈമറ്റിക് ചേഞ്ചുകൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ ഹൈ ഇൻവെസ്റ്റ്മെന്റും. ഇപ്പൊ ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ഒരു ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ അവർ നോക്കുന്നതിന്റെ റിട്ടേൺ നോക്കും. അപ്പം എത്രമാത്രം നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷന് അത് പേ ചെയ്യാനുള്ള ഒരു, ഫോർ എക്സാമ്പിൾ ഒരു അനാലിസിസ് എടുക്കുമ്പോൾ അതിന് ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് അവർ നോക്കും. മനസ്സിലായി. പക്ഷെ ആ ടെക്നോളജിയുടെ കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ഇന്ത്യ തന്നെ ആയിരിക്കും. ഇന്ത്യയിലാണ്. അതൊരു വലിയൊരു ഫാക്ടറാണ്. കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ, യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് സിസ്റ്റമാണ്. അവിടുത്തെ ആളുകൾക്ക് ടാക്സ് അടയ്ക്കുന്ന അനുസരിച്ചിട്ട് ഇൻഷുറൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ആണ് ഹെൽത്ത് കെയർ. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇൻഷുറൻസ് ഉള്ള ഒരാൾക്കും ഇല്ലാത്ത ആൾക്കും എനിക്ക് ലഭിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് ഡെന്റലൊക്കെ പുറത്തൊക്കെ എന്ത് എക്സ്പെൻസീവാണ്.
നമ്മുടെ അവിടെ ഭയങ്കര അഫോർഡബിൾ അല്ലേ? പുറത്ത് നല്ല എക്സ്പെൻസീവ് ആണ്. പുറത്ത് ഐ മീൻ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കോസ്മെറ്റിക് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന അറിയത്തേ ഇല്ല. അത് അത്രയധികം എക്സ്പെൻസീവ് ആവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളെ ഇപ്പം നമ്മളെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പം പല രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അൽബേനിയയിൽ വരുന്നു, ജോർജിയയിൽ പോകുന്നു, പിന്നെ കസാക്കിസ്ഥാനിൽ പോകുന്നു, ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നു, തജിക്കിസ്ഥാനിൽ പോകുന്നു. അതൊക്കെ മെഡിസിന് വേണ്ടിയിട്ട്. മെഡിസിന് വേണ്ടി. അതല്ലാത്ത കോഴ്സുകൾ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനി, യു കെയിൽ പോകുന്നുണ്ട്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, എല്ലായിടത്തും പോകുന്നുണ്ട്. UK ഒക്കെ പൊട്ടിപ്പാളിസായി എന്നാണ് എല്ലാവരും പറയുന്നത്. UK സ്റ്റുഡൻസ് UK പൊട്ടിപ്പാളിസായി. ഞാൻ കുറെ വർഷങ്ങളായിട്ട് അത് വേറെ ടോപ്പിക്ക് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നല്ലേ? അതിനെപ്പറ്റി സംസാരിക്കാനാണ് കുറേ ഉണ്ട്. പക്ഷെ പഠിക്കാൻ വരുന്നവർക്ക് യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്, ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പഠിക്കാനല്ല, പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടക്കണം, പാർട്ട് ടൈം ജോബ് ചെയ്ത് സമ്പാദിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ വരികയാണെങ്കിൽ UK എന്നല്ല, ഈ രാജ്യങ്ങളൊന്നും റൈറ്റ് പ്ലേസ് അല്ല. ഒരു വർക്ക് വിസ എടുത്തോട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിസയിൽ മൂവ് ചെയ്യണം. സ്റ്റുഡൻ്റ് ആയി പോയി പാർട്ട് ടൈം ചെയ്ത് ജീവിതം വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഒരു രീതിയിലുള്ള പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അൽബേനിയയിൽ ഇവിടെ വന്ന് വലിയ രീതിയിൽ പാർട്ട് ടൈം ചെറിയ രീതിയിലൊക്കെ എമൗണ്ട് കിട്ടും മാത്രമല്ലേ ഉള്ളൂ അല്ലേ? എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ MBBS ഇങ്ങനെയുള്ള കോഴ്സുകൾ, MBBS, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഡെൻ്റൽ, ഏതൊരു കോഴ്സ് ചെയ്താലും ഇതിനുവേണ്ടി നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ട ഒരു ടൈമുണ്ട്, 6 വർഷം. ഈ 6 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രിപ്പയർ ആക്കാൻ വേണ്ടിയുള്ള. കാരണം ഈ ഒരു 6 വർഷം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണലി ഒരു ജോലിക്ക് ക്വാളിഫൈഡ് ആയി. അതെ. അത് നമ്മൾ 60 വർഷത്തോളം നമ്മളുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടതാണ്. അതെ. നേരെ മറിച്ച് ഈ 3-6 വർഷം ഞാൻ കുറച്ച് ജോലി ചെയ്തു, കുറച്ച് പഠിച്ചു, 10-12 വർഷം കൊണ്ട് ഇതെല്ലാം തീർത്തു. എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പിന്നെ ഒന്നുമില്ല. കാരണം എന്താ പറയുക, ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടില്ല. അതെ. അപ്പം നമ്മൾ നോക്കണം, 3 ആണോ 30 ആണോ വലുത്, 6 ആണോ 50 ആണോ വലുത്. അതെ. ഈ 3 വർഷം പഠനമെങ്കിൽ അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യുക. അതെ. അത് കാരണം എന്താ പറയുക, നമുക്ക് സ്കില്ല് കിട്ടുന്നതാണ്. കാരണം പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നേഴ്സ് ആയിക്കോട്ടെ, ഫിസിയോതെറാപ്പി, ജോലി ചെയ്യാനായിട്ടുള്ള സ്കില്ല് വേണം, ന്യൂ ടെക്നോളജി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഇൻസൈറ്റ്സ് വേണം, അതുപോലെ തന്നെ ബേസിക് നോളജ് വേണം. ഇപ്പം ഞാൻ ഈ ജോലി ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കുറേ നേരം ഒരു 8 മണിക്കൂർ ചെയ്തു, 3 മണിക്കൂറിന് ക്ലാസ് അറ്റൻഡ് ചെയ്തു, വേറൊരു ജോലിക്ക് പോയി. അതിനുശേഷം ഞാനൊരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലി സ്കിൽഡ് നേഴ്സ് അല്ല, ഒരു ഹാൻഡിക്യാപ്ഡ് നേഴ്സാണ്. ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു ഓപ്ഷൻ സ്റ്റുഡൻസിന് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ. ഈ പല സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളും പല കോഴ്സുകളും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാം, നിങ്ങളുടെ ഫീസ് അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് പല സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റഡി ലിങ്ക്സ് അങ്ങനെ അധികം ചെയ്ത് കണ്ടിട്ടില്ല. കാരണം നമ്മൾ അങ്ങനത്തെ കോഴ്സുകളല്ല കൂടുതലും ചെയ്യുന്നത്, മെഡിക്കൽ കോഴ്സുകളാണ്. ഈ മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ വരുന്ന ഒരാൾക്ക് ഇവിടെ വന്നിട്ട് അവൻ്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പോലും സമയം കിട്ടത്തില്ല, അന്നേരം ജോലിക്ക് പോകാനൊട്ടും പറ്റത്തേ ഇല്ല. ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിദേശത്ത് പോകുന്നു. ഇപ്പം ഞാൻ UK പോയിട്ട് ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ നമ്മളന്ന് ലണ്ടനിൽ മറ്റേ ഇതിൽ താമസിച്ചില്ലേ, താജിന്റെ ഹോട്ടലിൽ താമസിച്ചപ്പോൾ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് മലയാളി കുട്ടികളെ കണ്ടായിരുന്നു. അവർ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നവരാണ്. അങ്ങനെ പഠിക്കുന്നതിനിടയ്ക്ക് അവൻ പഠിക്കുന്ന അതേ മേഖലയിൽ പോയി വർക്ക് ചെയ്യുന്നത് ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം നമ്മളിപ്പം BSc നഴ്സിംഗ് ഇവിടെ വരുന്ന ആൾക്കാർ ഇറ്റലിയിൽ നിങ്ങൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് 3 മാസം വിടുന്നു എന്ന് പറയുന്നു. സെയിം മേഖലയിൽ സ്റ്റാർട്ടപ്സ് തുടങ്ങുക. അതെ, ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ് അല്ലേ? സ്റ്റുഡന്റ് വിസയിൽ ചില രാജ്യങ്ങൾ മാത്രമേ ആ ഒരു പ്രിവിലേജ് ഉള്ളൂ. അല്ലാതെ കണ്ട് നമ്മൾ ഇപ്പം എന്താ പറയാ, നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരാൾ അവിടെ പോയിട്ട് ഹോട്ടലിൽ പാത്രം കഴുകാൻ പോകേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എല്ലാം കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബേസിക്കലി ശരിക്കും 2 കാറ്റഗറി സ്റ്റുഡൻസ് ആണ് വിദേശത്തേക്ക് പോകുന്നത്. ഒന്ന്, എങ്ങനെയും പഠിച്ചിട്ട് നല്ല രീതിയിൽ എനിക്കൊരു വിദ്യാഭ്യാസം വിദേശത്ത് നിന്ന് നേടിയിട്ട് എനിക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സെറ്റിൽ ആവണം എന്നുള്ളൊരു ചിന്തയോടുകൂടി. 2, എനിക്ക് അവിടെ പഠിക്കാൻ എന്ന വ്യാജേന എനിക്ക് അവിടേക്ക് ഒരു എൻട്രി കിട്ടി, എനിക്ക് അവിടെ ജോലി ചെയ്ത് സെറ്റിൽ ആവണം എന്നുള്ള ഒരു പഠിത്തം എന്നുള്ള ഒരു ഗേറ്റ് വേ ഓഫ് എൻട്രി ടു ദ കൺട്രി എന്ന് കാണുന്നത്. ആസ് പെർ റൂൾ പ്രകാരം സ്റ്റുഡൻസിന് ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലാത്ത ബാക്കി എന്ത് ജോലിയും ചെയ്യാം, സ്കിൽ ജോബോ അൺസ്കിൽ ജോബോ ചെയ്യാം. അത് അവരുടെ റൈറ്റ് ആണ്. UK അപ്പോൾ UK അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു 20 hours in a week, 20 മണിക്കൂർ ഏത് ജോലിയും ചെയ്യാം. 20 മണിക്കൂർ വീക്ക്. പക്ഷെ നമ്മൾ എത്ര ചെയ്യും? അതെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് സാലറി കിട്ടുള്ളൂ, ഒരു £1000 താഴെ കിട്ടുള്ളൂ.
അപ്പോൾ സ്റ്റുഡൻസ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ പ്രൊഫഷനിലേക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. കാരണം കോഴ്സ് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷനിൽ പോകണം, സെറ്റിൽ ആവണ്ടേ ആ ഒരു രീതിയിൽ പോണ സമയത്ത്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ അങ്ങനെ നിർബന്ധമാണത്. കോഴ്സ് കഴിഞ്ഞാൽ അവർ സെയിം പ്രൊഫഷനിൽ തന്നെ ജോലി കിട്ടും. എന്നാൽ അവർക്ക് സ്റ്റേ ബാക്ക് വരെ കിട്ടുന്നുള്ളൂ. ആ സ്റ്റേ ബാക്ക് PR കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം പ്രൊഫഷൻ തന്നെ ഒരു ജോലി ചെയ്യണം. ഓക്കെ. സ്റ്റുഡൻസ് എല്ലാ ജോലിയും ഞാൻ MBA ചെയ്തപ്പം ഞാൻ അമിറ്റിലാണ് ചെയ്തത് MBA. അന്ന് നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇൻഡസ്ട്രി അവരെ റിക്രൂട്ട് ചെയ്തു. ആ റിക്രൂട്ട് ചെയ്ത സ്റ്റുഡൻസിനെല്ലാം അവസാനം പരീക്ഷ വന്നപ്പോൾ തന്നെ ആർക്കും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്താ അതിൻ്റെ കാരണം ഇതാണ്. കാരണം നമ്മളുടെ കയ്യിൽ അതൊരു എക്കണോമിക് കൺസെപ്റ്റും കൂടി അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് കയ്യിൽ എന്ന് പൈസ കിട്ടാൻ തുടങ്ങുന്നോ അന്ന് നമ്മളുടെ പഠനത്തോടുള്ള ഓറിയൻറ്റേഷൻ പോകും. ഓക്കെ. കാരണം പൈസ കിട്ടി, എൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അത് കണ്ടിന്യൂ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനത് അതിനെ അഡ്വാൻസ് ചെയ്യാനോ പഠിക്കാനോ നോക്കത്തില്ല. എൻ്റെ ഫോക്കസ് ഈ പൈസയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ ഒരു 20,000 രൂപ നമുക്കവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നാണെങ്കിലും മിനിമം ശമ്പളം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ 40,000 50,000 രൂപയാണ്. അൽബേനിയൻ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. 50,000 രൂപയാണ്. അപ്പോൾ ഒരു മാസം അവനൊരു ഒരാൾ വന്നു പഠിക്കാൻ വന്നു, പഠനം ആരംഭിച്ചു, ഉടനെ ഒരു ഷോപ്പിംഗ് മാളിൽ ജോലി കിട്ടി, 50,000 രൂപ വെച്ച് കിട്ടാൻ തുടങ്ങി. അവൻ്റെ ചിന്തകളെല്ലാം നാട്ടിലെ ഈ 50,000 ആണ്. 50,000 രൂപ കൈ കിട്ടി, പിന്നെ ഞാൻ എന്തിന് ഈ പഠിക്കണം? ആ നാട്ടിൽ വെച്ച് ചിന്തിക്കുമ്പം ഞാൻ പറഞ്ഞ അവിടെ വളർച്ച അവിടെ തീർന്നു. പക്ഷേ അതിൻ്റെ വേറൊരു ചിന്ത വരേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ ഈ കോഴ്സ് പണിത് എനിക്ക് 1,00,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി എനിക്ക് 3 വർഷം കഴിയുമ്പോൾ കിട്ടുവാണ്. അങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചാൽ അത് കാരണം നമ്മൾ എല്ലാവരും പഠിക്കുന്നത് ഒരു ഫാമിലി ഉണ്ടാക്കണം, നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, ഒരു ലൈഫ് ഉണ്ടാക്കണം. ഈ ഒരു 20-30 വയസ്സിനുള്ളിൽ കിടന്നുള്ള ഇങ്ങനെയുള്ള ഇതാണ്. അതൊന്ന് മാറ്റിയെടുത്ത് ഞാൻ ഒരു 10 വർഷം ജോലിക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇന്ത്യയിൽ വെച്ചിട്ട് നമുക്ക് 70, 80, 90 വയസ്സ് ജീവിക്കും. 30 വയസ്സുകൊണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലിയായി. ബാക്കി 40 വർഷം നമുക്ക് ജീവിക്കാൻ കിടക്കാം. ഓക്കെ. നല്ല ശമ്പളമായിട്ട്, നല്ലൊരു ഫാമിലി ആയിട്ട്. കാരണം ഫാമിലി എന്ന് പറയുമ്പോൾ ഒത്തിരി മാത്രം ചിലവുകളുണ്ട്, കുട്ടികൾ വന്നു, പഠനമുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം ഈ അങ്ങനെയുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് വേണം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പുറത്തോട്ട് പോകുമ്പോൾ. അല്ലാതെ നമുക്ക് ഈസി വേസ് ഇല്ല. ഈസി വേസ് ഇപ്പം നാളെ ചെന്നു ഒരു ഗേറ്റ് വേ ആയിട്ട് ഇവിടെ കണ്ടു, പണി ആരംഭിച്ചു, കുറച്ച് പൈസ കിട്ടി, ആ ഒരു ദാരിദ്ര്യവും ആ ഒരു സിറ്റുവേഷനും ജീവിത അവസാനം വരെ പോകും. കാരണം ഷോർട്ട് കട്ട് വളഞ്ഞ വഴി കൂടെയാണ്. സ്റ്റുഡൻറ് ലൈഫിൽ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഓഫ് ലൈഫ് എന്ന് പറയും സ്റ്റുഡൻസിൻ്റെ. കാരണം ഇവരെപ്പോഴും പാരൻസിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല. അപ്പോൾ ഇവർക്ക് എപ്പോഴും വീട്ടിലിങ്ങനെ കാശ് ചോദിച്ചുകൊണ്ടിരിക്കണം, ഇവരുടെ എക്സ്പെൻസസ്. അപ്പോൾ അതിനൊക്കെ ഇവർക്ക് ഈ ഒരു പാർട്ട് ടൈം ജോബ്, അത് എവിടെയാണെങ്കിലും UK-യിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അൽബേനിയയിലാണെങ്കിലും ഒരു ചില രാജ്യങ്ങൾ മാത്രമാണ് സ്റ്റുഡൻസിന് ഇതുപോലെ ജോലി ചെയ്യാന്ന് പറയുന്നുള്ളൂ. അത് അവർ ആ പ്രിവിലേജ് എടുക്കുന്നുണ്ട്. പക്ഷേ പാർട്ട് ടൈം ജോബ് ആകരുത് മെയിൻ. അതാണ് യൂണിവേഴ്സിറ്റി പാർട്ട് ടൈം ആവരുത്. അതെ, ഞാനും പാർട്ട് ടൈം ചെയ്തിരുന്നതാണ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാനും ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പരിപാടികൾക്കും ഞാൻ പോയിട്ടുണ്ട്, കാറ്ററിംഗ് ജോലിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പല പരിപാടികൾക്കും പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം മീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ഒരു ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഒരു 1 year ഡിപ്ലോമ കോഴ്സ് തുടങ്ങി. അത് ബൊളോഞ്ഞ യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദി ഫസ്റ്റ്. കാരണം നമ്മൾ ബൊളോഞ്ഞ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, ഇറ്റാലിയൻ. ആ യൂണിവേഴ്സിറ്റിയായിട്ട് കോപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. 1 year ഡിപ്ലോമ. ബൊളോന എന്ന് പറയുമ്പോൾ പാസ്ത ബൊളോനീസ് ആണ് എനിക്ക് ഓർമ്മ. ഓക്കെ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ 1 year കോഴ്സാണ്, ഇംഗ്ലീഷിലാണ്. എല്ലാ ഓൾട്ടർനേറ്റീവ് വീക്സിലും ഉള്ളൂ. ഈ ആഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല, പിറ്റത്തെ ആഴ്ച ക്ലാസ് ഉണ്ട്. അപ്പം ഒരു മാസത്തിൽ 2 ആഴ്ച ക്ലാസ് ഉള്ളൂ. ക്ലാസ് അവേഴ്സ് 5 മണി തൊട്ട് 8 മണി വരെയാണ്. എല്ലാം പ്രാക്ടിക്കലാണ്. അപ്പം കുട്ടികൾക്ക് ഇപ്പം 5 മണി, ഇപ്പം പകൽ ജോലി എടുക്കാം, പകൽ ഷിഫ്റ്റ് ജോലി എടുക്കാം. ഒരാൾക്ക് രാവിലെ 6 മണി തൊട്ട് ഒരു 3 മണി വരെ ജോലി എടുക്കാം. അതുമാതിരി തന്നെ ഈ ഷിഫ്റ്റുള്ള സമയത്ത് ഫ്രീ ആയിട്ട് ടൈം സെലക്ട് ചെയ്യും. അതൊരു കറക്റ്റ് നമ്മൾ തന്നെ ഒരു ജോബ് മാർക്കറ്റ് തന്നെ നോക്കി ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കുട്ടി ഇവിടെ ഉണ്ട്, ആ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അവന് വന്നു, പിറ്റത്തെ ആഴ്ച അവന് ജോലി കിട്ടി. അവന് ഇപ്പം വളരെ ഹാപ്പിയാണ്. കാരണം അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പരീക്ഷ ജയിക്കാനും പറ്റുന്നുണ്ട്, ജോലി ചെയ്യാനും പറ്റുന്നു. അവന്റെ അക്കോമഡേഷൻ, ഫുഡ് ഒക്കെ അതിനകത്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവനിപ്പം അവന്റെ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. അവന് വന്ന പാടെ വന്നു 2 ആഴ്ച കൊണ്ട് 500 യൂറോ മിനിമം, 50,000 രൂപ ജോലി അവനോട് കിട്ടി. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതായിരിക്കരുത് സ്റ്റുഡൻസിന്റെ കോൺസെൻട്രേഷൻ. അത് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ്. ഈ ഒരു സാധനം എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ ഗ്രാജുവേഷൻ ആയിരിക്കണം, നമ്മുടെ കോഴ്സ് ആയിരിക്കണം, നമ്മുടെ പ്രൊഫഷൻ ആയിരിക്കണം.
ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ വന്ന കാര്യം മറന്നുപോകും. അല്ല, ഇറ്റലിയിൽ 5 വർഷം എടുക്കും. ഇറ്റലിയിൽ ഇപ്പം നമ്മളുടെ ഇപ്പം അടുത്ത വർഷം നമുക്ക് നേഴ്സിങ്ങിനും ഫിസിയോതെറാപ്പിക്കും മറ്റ് നമ്മളുടെ ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ വരുന്ന കുട്ടികളുടെ കാര്യം നമ്മൾ അവരുടെ ഏജൻസികളല്ല, അവരുടെ കോപ്പറേറ്റീവ് ബോർഡിൽ അവർ സംസാരിച്ച് അവർ പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പം കുട്ടികൾ എക്സ്ട്രാ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ട്. പിന്നെ വർഷത്തിൻ്റെ അവസാനം അവർക്ക് 1 month ഹോളിഡേ ഉണ്ട്. അത് നമ്മളൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ മറ്റു കോഴ്സിനാണ് നമ്മുടെ മറ്റേ നമ്മൾ പറയുന്ന സോഷ്യൽ സയൻസ് കാര്യമാണ് പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ഓക്കെ പറയുന്നു. അതെ, നമ്മുടെ മെയിൻ USP എന്ന് പറയുന്നത് എന്താ? പഠിക്കാൻ വരുന്നു, പഠിക്കുക, നന്നായിട്ട് പഠിപ്പിക്കും. അല്ല, ഇവിടുത്തെ ഒരു ഞാൻ പറഞ്ഞത് നമ്മളിപ്പം നിങ്ങളുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പറയണം. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തെ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഒത്തിരി പേര് നമുക്കറിയാം പഠിക്കുന്നു, ജോലി അവസരങ്ങളില്ല, തുച്ഛമായ തുകയ്ക്ക് ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ പോലും കുറേ വർഷങ്ങൾ 10 വർഷത്തോളം ജസ്റ്റ് മിനിമം സാലറിയിലാണ് ജോലി ചെയ്തിരുന്നത്. നല്ലൊരു ശമ്പളമില്ല. അപ്പം ആ നല്ല ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ളൊരു ജോലി നമ്മൾ എവിടെയെങ്കിലും കാണത്തും. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി അല്ല. പിന്നെ ഒരു ഫ്യൂച്ചർ, കാരണം നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്യൂച്ചർ കണ്ടെത്തണമെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലോകത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് മെഡിസിൻ, അതായത് ചികിത്സ ലഭിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണെന്ന്. അതിനൊരു റീസൺ നമ്മുടെ ഈ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സാലറി കുറവും കൂടെയാണ്. ഇപ്പം സാലറി ഒക്കെ ഈ പറഞ്ഞ പോലെ നഴ്സുമാരുടെ സാലറി ഒക്കെ ഡബിളും ട്രിപ്പിളും യൂറോപ്യൻ ലെവലിലേക്കൊക്കെ പോയി കഴിയുമ്പം നമ്മളുടെ ചികിത്സാ കോസ്റ്റുകളും അതനുസരിച്ച് ട്രെമൻഡസ് ആയിട്ട് വർദ്ധിക്കുമല്ലോ. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുമല്ലോ. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മുടെ ഈ എക്കണോമിയും അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും, സാലറി, ഇതെല്ലാ സംഭവങ്ങളും കണക്റ്റഡ് ആണ്. പക്ഷേ ആളുകളുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോഴും സാലറി കൂടി വരുന്നില്ല, എന്ന ചെലവുകളെല്ലാം കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. അതെ, ശരിയാണ്. MBBS കഴിഞ്ഞ ഒരു ഡോക്ടർക്ക് നാട്ടിൽ കിട്ടുന്ന സാലറി ഗവൺമെന്റ് സാലറി 49,000 ആണ്. അതെ, അയാൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും MBBS പഠിച്ചിരിക്കുന്നത്? എഫേർട്ട്, സ്ട്രെയിൻ, ഈ പറഞ്ഞ പോലെ 49,000 ബേസിക് സാലറി കിട്ടുന്ന ഒരാൾ ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? അല്ല, ഒരു മാസത്തിലാണ് കിട്ടുന്നത്. അല്ല, ബേസിക് സാലറി ആയിരിക്കും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സീറ്റ് അത്രയും ഒരു കുറഞ്ഞ സീറ്റിലാണ് അവർക്ക് കിട്ടുന്നത്. അതും MBBS മാത്രം പഠിച്ചൊരു ഡോക്ടർക്ക് ബേസിക് സാലറി എത്രയായിരിക്കും? BDS മാത്രം കഴിഞ്ഞൊരു ഡെന്റൽ BDS പറഞ്ഞാൽ ഡെന്റൽ സർജൻ ആണല്ലോ. 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം. BDS മാത്രം പഠിച്ച ഒരാൾ 10,000 രൂപയ്ക്കും മറ്റും വർക്ക് ചെയ്ത ആളുകളെ എനിക്കറിയാം, വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറിയാം. മാക്സിമം. അല്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഓൺ ക്ലിനിക് ഒക്കെ ചെയ്ത്. എന്നാലും എന്താ, ഇപ്പം നമ്മളെല്ലാവരും സ്പെഷ്യലിസ്റ്റിൻ്റെ പറയാൻ പോകുന്നത് അല്ലേ? ഒരു പനി വന്നാലും നമ്മൾ ഫിസിഷ്യനെ കാണാൻ പോകും. അത് വലിയൊരു ടോപ്പിക്കാണ്. അതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത്ര സംഭവങ്ങളാണ്. അത് നമ്മുടെ നാടിന്റെ ഒരു നെഗറ്റീവ് എന്നാണോ അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ എക്കണോമി അങ്ങനെയാണ്. അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ പേ വരുന്നുള്ളൂ. ഓരോ രാജ്യങ്ങളിലും ഒരു സാലറി ത്രെഷോൾഡ് വരുന്നുണ്ട്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള സാലറി വരുള്ളൂ. ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഡോക്ടേഴ്സിന് ഇത്ര സാലറി എന്ന ലെവലിൽ ചെയ്യാൻ കഴിയില്ലല്ലോ. അതെ, നമ്മുടെ നാട്ടിലെ എക്കണോമി എങ്ങനെയാണ്. അതെ, 10 വർഷം കൊണ്ട് നാട്ടിലൊക്കെ ചേഞ്ചസ് വരും. ഈ സ്റ്റുഡൻസ് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലുള്ള BSc നഴ്സിംഗ്, ബാച്ചിലേഴ്സ് നഴ്സിംഗ്, അതല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഇതിനൊക്കെ ഫീസിന്റെ ഒരു കമ്പാരിസൺ വലിയ ഡിഫറൻറ്റ് ഉണ്ട്. ഇപ്പോൾ യൂറോപ്പ് ഷെങ്കൻ രാജ്യങ്ങളിലോട്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ ജർമ്മനിയിലോട്ടോ, ഇപ്പോൾ UK യിൽ പോയി കഴിഞ്ഞാൽ നഴ്സിംഗിന് ഇവിടെ 3 വർഷം കൊണ്ട് വരുന്ന ഫീസ് അവിടെ 1 വർഷം. UK-ല്? അതെ, ശരി. UK-ലൊക്കെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവരുണ്ടല്ലേ? ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നുണ്ട്. ശരി. പക്ഷെ ഒരു വർഷം ഏകദേശം ഒരു 14 to 15 pounds വരുന്നു. 15,000 pounds വരും. അതായത് 15-14 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക്. 4 വർഷം വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60,000 pounds ആയി. അതായത് ഒരു ഡോക്ടർ ആവാൻ അതിലും കൂടുതൽ, അല്ല, അത്ര ഡോക്ടർ ആവാൻ പഠിക്കുന്നതിലും കൂടുതൽ പൈസ ആയി. അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നേരെ അവർക്ക് NHS രജിസ്റ്റർ ചെയ്യാം, അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യാം. ശരി. സെയിം ടൈം ഇവിടെ നിന്ന് 3 years പഠിച്ചു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലാംഗ്വേജ് ബാരിയർ മാത്രമേ വരുന്നുള്ളൂ. നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് ബാരിയർ മാത്രമാണ്. IELTS 7 സ്കോർ ചെയ്യണം. അതേസമയം ഫിസിയോതെറാപ്പി ആണെങ്കിൽ HSPC എന്ന് പറയും, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൗൺസിൽ രജിസ്ട്രേഷൻ. HSPC ചെയ്ത് ലാംഗ്വേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഡിഗ്രി ചെയ്യുന്നേക്കാൾ ബെസ്റ്റാണ് ചെറിയൊരു എമൗണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ അൽബേനിയ പോലെ രാജ്യങ്ങളിൽ പഠിക്കുക. നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ലാംഗ്വേജ് ക്ലിയർ ചെയ്ത് കുറച്ച് അഡ്വാൻസ് രാജ്യത്തിലോട്ട്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എൻ്റെ കൂടെ പഠിച്ച ധാരാളം സുഹൃത്തുക്കൾ, അവരൊക്കെ നഴ്സിംഗ് മേഖലയിൽ
നേഴ്സും BSc നഴ്സിംഗ് കഴിഞ്ഞവരുണ്ട്, GNM കഴിഞ്ഞവരുണ്ട്. അങ്ങനെ പല കോഴ്സുകൾ കഴിഞ്ഞ് നാട്ടിൽ പല ഹോസ്പിറ്റലുകളിലും കുറേ വർഷം ജോലി ചെയ്ത് ഇപ്പോൾ, അതായത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ഇപ്പം എനിക്ക് തന്നെ 37 വയസ്സായി, അതായത് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ നാട്ടിൽ കുറേ വർഷം ജോലി ചെയ്ത് കുറവാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. സാറില്ല പോട്ടെ, പറഞ്ഞു പോയില്ലേ. അപ്പോൾ ഇവര് ഇപ്പോൾ ഈയിടെയായിട്ടാണ്, കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയ്ക്ക് അവർ UK, കാനഡ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്കൊക്കെ, ഓസ്ട്രേലിയ, അവിടേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു. ഒരു വിഭാഗം ആളുകൾ ഈ പറഞ്ഞ പോലെ ദുബായ്, അബുദാബി പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുന്നു. അവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വീണ്ടും ഈ പറഞ്ഞ പോലെ അയർലൻഡ്, ദുബായ് പോലെ, അയർലൻഡ്, ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അയർലൻഡിലുള്ള ആൾക്കാർ ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇവരൊക്കെ, ഈ സമയത്താണ്, ഇത്രയും എക്സ്പീരിയൻസ് ആയപ്പോഴാണ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ ഇവർ ഡയറക്റ്റായിട്ട് ഇതുപോലൊരു വിദേശ രാജ്യത്ത് പോയി, വിദേശത്തേക്ക് എന്തായാലും പോകണമെന്ന് ചിന്തയുള്ള ഒരാൾ ആദ്യമേ തന്നെ വിദേശത്ത് പോയി പഠിക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്? നേരെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പം ഞാനിപ്പോൾ നാട്ടിൽ കോഴ്സ് പഠിച്ചു, എനിക്ക് വിദേശത്തേക്ക് പോകണം. നമുക്ക് എന്തായാലും എല്ലാവർക്കും ചെറുപ്പത്തിലെ ഒരു ഡ്രീം ഉണ്ടാവും, വിദേശത്തേക്ക് പോകണം, വിദേശത്ത് പോയി ജീവിക്കണം എന്നുള്ള ഡ്രീം ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ മനസ്സിൽ ചിന്തയുള്ള ആളുകൾ തുടക്കത്തിൽ തന്നെ പുറത്തു പോയി പഠിക്കുന്നതല്ലേ നല്ലത്? ഡിഗ്രിക്ക് പോകാൻ നമ്മൾ ഒരിക്കലും, ഞാൻ പറയുന്നത്, ഞാൻ നഴ്സിംഗിന്റെ കാര്യം ചോദിക്കുന്നത്. നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫീസ് കൊടുക്കണ്ടേ? ഇപ്പൊ ഈ പറയുന്ന UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, US, ഈ 5 രാജ്യങ്ങളോട്ടാണ് ഏറ്റവും കൂടുതൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയി സെറ്റിൽ ആവണം ഉള്ള ഒരു ആഗ്രഹമുള്ളത്. പക്ഷേ ഈ 5 രാജ്യങ്ങളിലും മിനിമം ഒരു 15 to 16 lakhs ഇയർലി ഫീസ് വരുന്നുണ്ട്. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അത്രയും പൈസ പഠനത്തിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവർ രാജ്യത്തോട്ട് പോകുന്ന നേരത്തെ എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട്? ഈ ഇത്രയും രാജ്യങ്ങളിലേക്ക്. ഇപ്പം നാട്ടിൽ നമ്മുടെ നേഴ്സിംഗ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഒരു കോസ്റ്റ്. അത്ര ടൈമില്ലേ? എത്ര വർഷം നിൽക്കണം? നാട്ടിൽ പഠിക്കുന്ന കേസാണോ? നാട്ടിൽ പഠിച്ചു കഴിഞ്ഞ ഒരാള് പുറത്തേക്ക് പോകണമെങ്കിൽ എത്ര, ഇപ്പൊ NHSലേക്ക് ഒരാൾക്ക് വരണം, നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? നാട്ടിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 3 years അല്ലെ 4 years ആണ് നഴ്സിംഗ് വരുന്നത്. 4 വർഷം നഴ്സിംഗ് പഠിക്കണമെങ്കിൽ ഒരു ഗവൺമെന്റിൽ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ പോലും ഒരു 6 lakhs 7 lakhs ആണ് ചെലവ് വരിക, കർണാടകയിലോ തമിഴ്നാട്ടിലോ. അത് കഴിഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് IELTS 7 സ്കോർ ചെയ്താൽ മതി. ഇന്നത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. NHS ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലെ റിക്രൂട്ട്മെന്റ് കുറവാണ്. പക്ഷെ NHS എൻ്റർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ റിക്രൂട്ട്മെന്റ് ഇമിഗ്രേഷൻസ് ഞങ്ങൾ ചെയ്യുന്നില്ല, എങ്കിലും എനിക്കറിയാവുന്നത് വെച്ചിട്ട് അവർക്ക് വേറെ എക്സ്പെൻസസ് ഒന്നും വരുന്നില്ല. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. യൂറോപ്പിലേക്കാണെങ്കിലോ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. നഴ്സസിന് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. എല്ലായിടത്തും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. പക്ഷെ അവര് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ലാംഗ്വേജ് ഇപ്പോ ജർമ്മനി ആണെങ്കിൽ അവർക്ക് B2 ലെവൽ ലാംഗ്വേജ് ക്ലിയർ ചെയ്യണം. UK ആണെങ്കിൽ IELTS 7 സ്കോർ ചെയ്യണം, ഓവറോൾ 7 സ്കോർ ചെയ്യണം. ലാംഗ്വേജ് ബാരിയർ ക്ലിയർ ചെയ്തിട്ട് വേണം അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാത്തലിക് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് 3 വർഷം കോഴ്സ് പഠിച്ച് അവർക്ക് നേരെ ഇറ്റലിയിലോട്ട് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടീഡ് ആണല്ലോ നമ്മൾ പറയുന്നത്. ആ ഒരു എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വലിയൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഒരു പഠിച്ചിട്ട്, നാട്ടിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും പഠിച്ചിട്ട് കുറച്ച് നാൾ എക്സ്പീരിയൻസ് കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഗ്യാപ്പ് കുറഞ്ഞു കിട്ടും. ചെറു പ്രായത്തിൽ സെറ്റിൽ ആവാൻ പറ്റും പെട്ടെന്ന്. നഴ്സസ് ഒരിക്കലും പ്രൊമോഷൻ കിട്ടി ഡോക്ടർ ആവില്ല. അതെ, നഴ്സസിന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് അവർ ബാൻഡുകൾ മാറും, സാലറി സ്കെയിൽ മാറും. ചിലപ്പോൾ അവർക്ക് ഓരോ സെക്ടറിൽ സാലറി ത്രെഷോൾഡാണ് എപ്പോഴും അവർക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും. നഴ്സസ് ഒരിക്കലും ഡോക്ടർ ആവില്ലല്ലോ. മാനേജ്മെന്റ് പ്രോഗ്രാംസുകൾ പോലെ അല്ലല്ലോ. മാനേജ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കിട്ടി അവർക്ക് ഹൈ ലെവലിൽ എത്താൻ പറ്റും. നഴ്സ് എന്നും നഴ്സ് തന്നെയാണ്, പക്ഷെ സീനിയർ നഴ്സ് അല്ലെങ്കിൽ അങ്ങനെയല്ലേ സാലറി. ഇപ്പോൾ ഇറ്റലി ആണെങ്കിലും സാലറി സ്കെയിൽ അങ്ങനത്തെ അങ്ങനെയാണ് വരുന്നത്. അല്ല, അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഇറ്റലിയിലെ നേഴ്സിംഗ്, പ്രത്യേകിച്ച് യൂറോപ്പിൽ നേഴ്സിങ്ങിനെ പോകുന്ന 3 വർഷത്തെ നേഴ്സിംഗ് ഡിഗ്രി, ബാച്ചിലർ ഓഫ് ഡിഗ്രി, 2 വർഷത്തെ മാസ്റ്റർ, മജിസ്ട്രാൽ എന്നാണ് ഇവിടെ പറയുന്നത്. നാട്ടില് മാസ്റ്റേഴ്സ്. അപ്പൊ അങ്ങനെ 5 വർഷമാണ്. ഈ 3 വർഷക്കാർ ഹോസ്പിറ്റലിലും മറ്റ് അവരുടെ ഹെൽത്ത് ക്ലിനിക് സെക്ടറുകളിലും ജോലി ചെയ്യും. ബാക്കി ഈ 2 വർഷം പഠിച്ചവർ നമ്മുടെ നാട്ടില് ഈ ഹെഡ് നേഴ്സ് അങ്ങനെയുള്ള കൺട്രോളിങ് ചെയ്യുന്നു. ഇറ്റലിയിലെ ഒരു ഹെൽത്ത് സ്ട്രക്ചറിൽ പല വെറൈറ്റി ഉണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പം പല വെറൈറ്റികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യമായിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ അവർക്ക് ഒരു മേൽനോട്ടം വേണം. അങ്ങനെയുള്ള ഒരു കാസ ദ റിപ്പോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അവിടെ വന്ന് നിൽക്കും. ഗവൺമെൻറ് ആണ് ഇവർ പെൻഷൻ കാലത്ത് ഇവരെ
ട്രീറ്റ്മെന്റും എല്ലാം നടത്തേണ്ടത്. അതെ അതെ. അപ്പം അവരുടെ ആ ഒരു സ്ട്രക്ചറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളൊരാൾ വന്നിട്ട് അങ്ങനെ പോരാ. ഒരു നേഴ്സ് വേണം, അവർക്ക് സ്ട്രക്ചേർഡ് ആൾക്കാർ പറയുന്നുണ്ട്. മനസ്സിലായി. സോഷ്യൽ വർക്കർ വേണം, സൈക്കോളജിസ്റ്റ് വേണം, ഡോക്ടർ വേണം, ഓൺ കോൾ വേണം, ആംബുലൻസ് വേണം, ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഇതിനകത്ത് നേഴ്സിന്റെ ജോലി എല്ലാം ചെയ്യാൻ പറ്റുന്ന ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ നാട്ടിൽ ചിന്തിക്കും, നമ്മൾ പറയും അതാണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി നിന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നൊരു മേഖലയാണ് ഈ നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത്. ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റീരും വെട്ടീരും പരിപാടികൾ. അതായത് എന്താ പറയുക, നഴ്സിംഗ് ജോലി എന്നും പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ധാരാളമുണ്ട്. നഴ്സിംഗ് ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തട്ടിപ്പ് നടത്തി ചതിക്കുഴിയിൽ വീണ ധാരാളം ആളുകളുണ്ട്. ധാരാളം പൈസ പല ആളുകളുടെയും ഫോൾസ് ഗ്യാരണ്ടി കണ്ടിട്ട് പല ഏജൻറ്റുമാർക്കും കൊടുത്ത് പറ്റിക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു കൂട്ടം ആളുകൾ ഈ പാവപ്പെട്ട നഴ്സുമാരെ ടാർഗറ്റ് ചെയ്ത് അവരെ പറ്റിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് എന്തൊരു കാര്യം വന്നാലും ആളുകൾ പലതും ഇപ്പോൾ സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. അതെ, നമുക്ക് ഈ നോർക്കോ റൂട്ട്സ് അത് ഇത് ചെയ്യുന്നതല്ല, അവരുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ നാട്ടിലെ ഏജൻസികളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും. എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് വേണം. ഇമിഗ്രേഷൻ, അതായത് ഒരു നമ്മൾ ആ നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ, സ്റ്റുഡൻസ് റിക്രൂട്ട്മെന്റ് അല്ല, ജോബ് റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് ലൈസൻസ് വേണം. ശരിക്കും അങ്ങനെ ഈ റിക്രൂട്ട്മെന്റിന് ലൈസൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഈ സ്റ്റഡി അബ്രോഡുകൾക്കും ലൈസൻസ് കൊടുക്കേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ് ആക്ച്വലി, അല്ലേ? കുറച്ച്, കാരണം മുക്കിനും മൂലയ്ക്കും സ്റ്റഡി അബ്രോഡുകളാണ് ഇപ്പോൾ. ധാരാളം ആളുകളുണ്ട്. ഞാനീ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തെ പറ്റി അന്തോ കുന്തോ അറിയാതെ ആ രാജ്യത്തെ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ രാജ്യത്ത് പോലും പോവാതെ തന്നെ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതില് അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാഫുകളുടെ അടുത്ത് ചെയ്യാം. അതുപോലെ തന്നെ പൈസ മുടക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഇതിന്റെ കംപ്ലൈന്റ്സ് ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് ആ സ്റ്റുഡന്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് എന്താണ് ഇവർ ചെയ്യാന്നുള്ളതാണ്. അക്കമ്പനിമെന്റ് എന്ന് പറയും, നമ്മൾ അക്കമ്പനി ചെയ്യാം. അതെ, അതാണ്. ആ സ്റ്റുഡന്റിന് അവിടെ എന്തെങ്കിലും സംഭവിച്ചു. ചില രാജ്യങ്ങളൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളാണ്. അവർക്കൊരു ഒരു പച്ചവെള്ളം വാങ്ങിക്കണമെങ്കിൽ പോലും ചിലപ്പോ ആ ഭാഷ പഠിക്കണം. ചില സ്ഥലങ്ങൾ അങ്ങനെ തന്നെ. അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, ചില രജിസ്ട്രേഷൻസ് ആയിരിക്കും, ചിലപ്പോൾ ആ കുട്ടി അവിടെ ഇൻഷുറൻസ് എടുക്കാൻ മറന്നുപോയി, ചിലപ്പോൾ ആ സ്റ്റുഡന്റ് പോകുന്ന സമയത്ത് വിസ എടുക്കാൻ വേണ്ടി മാത്രമേ ഇൻഷുറൻസ് എടുത്തു, അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇൻഷുറൻസ് ഇല്ല. അങ്ങനെ വരുമ്പോഴും ബുദ്ധിമുട്ടാണ്. ഒരു മേജർ ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് തീർച്ചയായും. ഇപ്പോൾ സ്റ്റുഡന്റ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തു സംഭവിക്കാലോ നമുക്ക്. അപ്പോൾ ഒരു അവിടെ എത്തിക്കഴിഞ്ഞാൽ 1 to 6 months അല്ലെങ്കിൽ 1 to 3 months ഒരു സപ്പോർട്ട് അവിടെ നിന്ന് ഉണ്ടാവണം. ആ കാര്യങ്ങൾ ഞങ്ങൾ മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കാറുണ്ട്. കംപ്ലൈന്റ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവും, പല രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെ മാക്സിമം ക്ലിയർ ചെയ്ത് പോവാണ് ഇത് ചെയ്യാറ്. ആ ഒരു കേസ് നാട്ടിലുള്ള സോ കോൾഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കൺസൾട്ടൻസികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൽഹി, ഹൈദരാബാദ് ഒക്കെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബുകളാണ്. അത്തരത്തിലുള്ള കൺസൾട്ടൻസികളുമായി വർക്ക് ചെയ്യുന്ന ഒരു വലിയ കാറ്റഗറി. ഞാൻ ആ ഒരു കോൺട്രവേഴ്സി സംസാരിക്കുന്നതല്ല, മനസ്സിലായി. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ 1 to 6 months അല്ല, ഇപ്പൊ 5 കൊല്ലത്തെ കോഴ്സിന് വന്നൊരു വിദ്യാർത്ഥിക്ക് 5 വർഷവും അവന്റെ ആവശ്യങ്ങൾക്ക് കൂട്ടായി നിൽക്കുന്ന ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. പക്ഷെ അതിനകത്ത് ഒരു പോയിന്റ് ഒന്നും അറിയാമോ, പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നമ്മൾ കൊടുത്ത ഹെൽപ്പ് അല്ല, പോകുന്നതൊക്കെ എയർപോർട്ടിൽ നമ്മൾ കൊടുത്ത ബർഗറിനെ കുറിച്ചിട്ട് അവർ പറയാം. സത്യം, അത് അവർ മറക്കില്ലെന്ന് പറയും. അല്ലെങ്കിൽ പോകുമ്പോൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്തതിനെ കുറിച്ചോ ഫസ്റ്റ് സമയത്ത്, കാരണം ഇവരുടെ മൈൻഡിൽ ഇത് നമ്മളിപ്പോ പറയില്ലേ റിയൽ ടു റിയാലിറ്റി എന്ന് പറയില്ലേ, നമ്മളിവര് കാണുന്നത് ഇപ്പൊ കേരളം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് എന്താ, ബ്യൂട്ടിഫുൾ കേരളത്തിന്റെ ഒരു മൂന്നാർ, കൊച്ചി, ആലപ്പുഴ ഹൗസ് ബോട്ട്. പക്ഷെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ കൂടുതലുള്ളത്. അങ്ങനെയല്ല, ഒരു 2 വർഷം ഉണ്ടല്ലോ അല്ലെ. അൽബേനിയ അടിച്ചു കഴിഞ്ഞാൽ അൽബേനിയ കാണുന്നത് ടിറാന സിറ്റിയും സ്കോദ്രയും അതുപോലെ ബറാത്തിന്റെ അതൊക്കെ കാണുന്നത്. മറ്റൊരു വർഷം ഉണ്ടല്ലോ സ്റ്റുഡന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അത് ശരിയാണ്, സ്വാഭാവികം. ഇപ്പൊ ലണ്ടന്റെ മറുവശങ്ങളാണല്ലോ പല യൂട്യൂബേഴ്സും കാണിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു കേസിനെ നമുക്ക് കറക്റ്റ് അഡ്രസ് ചെയ്യണം. എന്തായാലും നമ്മളൊരു വിമാനം ചാർട്ട് ചെയ്ത് കൊണ്ടിരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് ആണ് നമ്മുടെ പ്രതീക്ഷ. തവണ ഒരു വിമാനം ചാർട്ട് ചെയ്ത് എങ്കിലും അതെ നടക്കുമെന്ന് വിചാരിക്കുന്നു. തിരിച്ച് നമുക്കൊരു വിമാനം ചാർട്ട് ചെയ്ത് നമ്മുടെ അൽബേനിയക്കാരെ മദർ തെരേസയെ കൊണ്ടേ കാണിച്ച് അതെ അവിടുത്തെ ഒരു ജസ്റ്റ് ഒരു 1 week ടൂറിസം. ശരിക്കും പറഞ്ഞാണല്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പായി കൂടുതൽ സീറ്റുകളും മറ്റുമൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഈ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളെല്ലാം സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് മാറ്റും. അല്ല, ഇപ്പൊ ഇവിടുന്ന് തന്നെ, അതായത് ഇപ്പൊ വിദേശത്തെ പൈസയല്ലേ ഇങ്ങോട്ട് വരുന്നത്, എന്നോട് ഇപ്പം ഇവിടുത്തെ പൈസ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുവാണ്, അതല്ലേ ഏറ്റവും നല്ലത്. അല്ല, എന്നോട് ചോദിക്കുന്നേ
ഇപ്പോൾ ഇവിടെ തന്നെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് റെഗുലേഷൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. ഇവർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഒരു IT കോഴ്സ് നമുക്ക് തുടങ്ങിക്കൂടാ? അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പിള്ളേരെ കൊണ്ടാ നമുക്ക് വരും സെയിം തന്നെയാണ് പ്രോഗ്രാംസ് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അതെ, NIT-യും IIM ലൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങളുടെ തന്നെ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളില്ലേ നമ്മുടെ കേരളത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശങ്ങൾ വരണം. അതെ, ഒരു കൃത്യമായിട്ടൊരു പോളിസി വേണം. എങ്ങനെ ചെയ്യാൻ പറ്റും അത്? അതെ, നമ്മൾ ഒത്തിരി ഹാർഡിൽസ് ആണ് നമ്മൾ ചെയ്തു വരുമ്പോൾ, ഒത്തിരി ഹാർഡിൽസ് ആണ്. UGC പോകണം, AICT പോകണം, പല പല ബോർഡുകളിലേക്ക് പോകണം, പിന്നെ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ വേണം, യൂണിവേഴ്സിറ്റികളുടെ വേണം. അതൊരു ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. ഇതിനേക്കാൾ കൂടുതൽ വിദേശത്ത് നിന്ന് വരുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളാണ്. പല വിദേശ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ വരുന്നുണ്ട്. അതിന്റെ ഒപ്പം മറ്റൊരു കാര്യം ഇതാണ്, ഇന്ത്യയും ചൈനയും വിട്ട് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഇല്ല. അതെ, അവിടെയുള്ള സ്ഥലങ്ങൾ അവിടെ തന്നെ പിള്ളേർക്ക് പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്കാണ് ഈ പ്രശ്നം. കാരണം നമ്മുടെ പോപ്പുലേഷനെ, നമ്മുടെ യങ് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ നമുക്കില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്തോട്ട് പോകുന്നത്. ഇപ്പൊ മെഡിസിൻ ഒരു ഉദാഹരണം, അതുപോലെ തന്നെ മറ്റു കോഴ്സുകൾ. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫാദർ ഫോർ ജോയിനിങ് മൈ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചാറ്റ് വിത്ത് ഭക്തൻ. ഓക്കെ, അപ്പോൾ ഞാനാണ് ആദ്യത്തെ പോഡ്കാസ്റ്റ്. നിങ്ങൾ രണ്ടുപേരുമാണ് എന്റെ പോഡ്കാസ്റ്റിലെ ആദ്യത്തെ അതിഥികൾ. താങ്ക് യു സോ മച്ച്. യെസ്, യു ആർ പ്രിവിലേജ്ഡ്. താങ്കൾ അടുത്ത പ്രാർത്ഥനയിൽ, അടുത്ത കുർബാനയിൽ എന്നെ കൂടെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക, ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തുക. അല്ല, ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാ ഒരു ഇറ്റ്സ് ലൈക്ക് മാരിയിങ്. അതെ, ഇറ്റ്സ് എ ലൈഫ് ലോങ് ബോണ്ടാണ്. അതെ, കാരണം അല്ലാതെ നമ്മളിപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ച മാതിരി തന്നെ ഒരു വർഷത്തേനോ 2 വർഷത്തിനോ അല്ല, ഇറ്റ്സ് എ ലൈഫ് ലോങ്. അതെ, കാരണം നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നല്ല നല്ല മേഖലയിലേക്ക് വളർത്തിക്കൊണ്ട് വരണം. എന്നുവെച്ചാൽ നമ്മൾ ഏജൻസ് ഓഫ് ഡെവലപ്പിംഗ് അവർ കൺട്രി. അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അങ്ങനെ തന്നെയാണ് ഞങ്ങളും കാണുന്നത്. കാര്യം ഞങ്ങൾ തമ്മിൽ ഏകദേശം 5 years ആയിട്ട് ഒന്നിച്ചുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ആരെയായിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് മോശം എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഞാൻ പറയാറ് സാധാരണ അത് അവർക്കാണ് അതിന്റെ നെഗറ്റീവ് എന്നിരിക്കുന്നത്. അല്ലേ, കാരണം ഇപ്പം ഞാനും സ്റ്റഡി ലിങ്ക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി. സ്റ്റഡി ലിങ്ക്സിനെ പറ്റി എന്ത് ഒരു കംപ്ലൈന്റ് ആരെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുകയാണെങ്കിലും അത് ഞാൻ ആദ്യം അറിയും. എന്നെ പറ്റി എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതും പുള്ളി ആദ്യം അറിയും. അതൊരു മ്യൂച്വലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ഒരു ഫീസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലൈന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ വീഡിയോയുടെ താഴെ ഒരാൾ വന്ന് കമന്റ് ചെയ്ത് കംപ്ലൈന്റ്സ് വന്നു. അവർക്ക് ഇവരുമായിട്ട് സംസാരിച്ചിട്ട് സോൾവ് ആകാത്ത കൊണ്ടല്ലേ അവർ എന്നെ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു പ്രോബ്ലം അവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫാസിലിനോട് വിളിച്ച് സംസാരിച്ചു. ഫാസിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം, അപ്പോൾ അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. എന്നിട്ട് അത്രയും പെട്ടെന്ന് അത് ഇവർ സോൾവ് ചെയ്തു. അങ്ങനെ ആ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴത്തേക്കിനും അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്. അതായത് ഇപ്പം നിങ്ങൾ ഐഫോൺ വാങ്ങിച്ചു, ഐഫോണിന് ഒരു കംപ്ലൈന്റ് വരുമ്പം സപ്പോർട്ട് കിട്ടിയാലല്ലേ നിങ്ങൾ വീണ്ടും വാങ്ങുള്ളൂ. സെയിം സംഭവം, നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും താങ്ക് യു സോ മച്ച് അഗെയിൻ. വി വിൽ സീ യു ഗൈസ് അഗെയിൻ വിത്ത് സം അതർ ടോപ്പിക്. ബൈ.